വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെന്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോ ഡിപ്പെൻഡൻസിയെ കുറിച്ചാണ്. കോ ഡിപ്പെൻഡൻസി എന്നത് ഒരു ബന്ധത്തിൽ ഒരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ഈ കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അവരുടെ സ്വന്തം ആഗ്രഹങ്ങളും വികാരങ്ങളും മറന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ആണ് കൂടുതൽ മുൻതൂക്കം നൽകുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. മറ്റൊരാളുടെ സന്തോഷം മാത്രമാണ് പ്രധാനം നിറഞ്ഞത് എന്ന് കരുതുന്ന അവസ്ഥയും ഇതിനെ കോ ഡിപ്പെൻഡൻസി എന്ന് പറയും. മറ്റൊരാളുടെ സന്തോഷം മാത്രമാണ് പ്രധാനമെന്ന് കരുതുക എന്നത് കൂടിയാണ് ഇവരുടെ സമീപനം. അപ്പം കോഡിപ്പെൻഡൻസി എന്താണെന്ന് മനസ്സിലായല്ലോ. കോഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ ഒരാൾ മറ്റൊരാളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് കോഡിപ്പെൻഡൻസി എന്ന്. അതായത് സ്വന്തം ആഗ്രഹങ്ങൾക്കോ വികാരങ്ങൾക്കോ ഒന്നും അവിടെ പ്രസക്തി ഉണ്ടാവില്ല. പകരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അത് ഭർത്താവാം അല്ലെങ്കിൽ മറ്റുള്ള കുടുംബ റിലേറ്റീവ്സ് ആയിരിക്കാം, ഇവരുടെയൊക്കെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, സ്വന്തത്തെ മറക്കുക. അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ മെഴുകുതിരിയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി ഞാൻ അങ്ങനെ സ്വയം ഉരുകിത്തീർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലിറ്ററേച്ചർ ലെവലിലോട്ടൊക്കെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലും ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എനി വൺ എന്ന കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ സന്തോഷം പോലെ തന്നെ സ്വന്തം സന്തോഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്വന്തം മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ മാത്രം കണ്ടുകൂടുന്ന ഒരു അവസ്ഥയാണ് കോഡിപ്പെൻഡൻസി. അതായത് എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ട് എന്ന് മറ്റൊരാൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അഷുറൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം സ്വന്തം മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ മാത്രമാണ്. അവര് നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലത്, അവര് നമ്മളോട് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ ചെയ്തത്. അപ്പം ഇത് ഇങ്ങനെ വിശ്വസിക്കുക, ഇങ്ങനെ വിഷമിക്കുക. അപ്പൊ ഇത്തരം ആളുകൾ മറ്റുള്ളവരുടെ വാക്കുകളാൽ പെട്ടെന്ന് മുറിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് ഒരു ലക്ഷണം. പിന്നെ എപ്പോഴും അവസാനം ഞാൻ ഒറ്റയ്ക്ക് ആവും എന്നുള്ള ഒരു ഭയം ഇവരിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു പീപ്പിൾ പ്ലീസിങ് നേച്ചറിലോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവസാനം ഒറ്റയ്ക്കാവും എന്നുള്ള ഒരു ഭയം, എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഫിയറിലായിരിക്കും ഇവര്. സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ അങ്ങ് മറക്കും ഇവര്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഒരു ജീവിത ലക്ഷ്യം ഇല്ലാണ്ട് നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോട്ട് തലയിടുന്നു, മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി മാറുന്നു. അങ്ങനെ അവർ സ്വന്തം മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. മറ്റുള്ളവർ നമ്മളെ അപ്പം എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മളെ അവരുടെ നെഗറ്റീവ് കമന്റ്സ് നമ്മളിലോട്ട് എത്തും, ജഡ്ജ്മെന്റ് എത്തും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരു ലെവലിലോട്ട് സ്വന്തം ജീവിത ലക്ഷ്യങ്ങളൊന്നും ഇല്ലാണ്ട് ആരൊക്കെയോ ഡ്രൈവ് ചെയ്യുന്നൊരു വണ്ടി പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് അതുപോലെ തന്നെ അസന്തുലിത ബന്ധങ്ങൾ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക ഫാക്ടറാണ്. അതായത് ഇവർക്ക് ഒരിക്കൽ പോലും ഒരു കോൺസ്റ്റന്റ്, അതായത് ബന്ധങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഇവർക്ക് കൂടുതലുണ്ടാവും. എപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിരിക്കും, കയോട്ടിക് ആയിരിക്കും ഇവരുടെ റിലേഷൻഷിപ്സ് എപ്പോഴും. അതായത് മറ്റുള്ളവരുടെ പ്രശ്നത്തിലൊക്കെ ചെന്ന് കയറി ഇടപെടും. പിന്നെ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും അതിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചെന്ന് പറയും. നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് വരും. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, റിലേഷൻഷിപ്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു ഇംബാലൻസ് ബന്ധങ്ങളിലൊക്കെ കാണും. ഇനി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുക എപ്പോഴും. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കൗൺസിലിംഗ് സെഷൻസിന് വരുന്ന ക്ലയൻസ് എപ്പോഴും നമ്മളോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്റെ കുറച്ച് കാരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് കുട്ടിക്കാലത്തിലെ കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ. അത് നമുക്ക് ചിലപ്പം ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊന്നും വലിയ അനുഭവം അല്ലാന്ന് തോന്നുമെങ്കിലും അത് അന്നത്തെ ഒരു കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കത് കഠിനമായിരിക്കും. നിങ്ങളുടെ നിലയിൽ നിന്നും അപ്പുറത്തോട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പം ഇപ്പൊ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞിട്ടില്ലെങ്കിലും അന്നത്തെ ആ കുട്ടി അത് കാരണം മുറിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു മുറിപ്പെട്ട കുട്ടി നിങ്ങളുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ കുട്ടിക്കാലത്തിലെ കഠിന അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവഗണന, അത് ചിലപ്പോൾ കുട്ടിക്കാലത്തെ ആവാം, അല്ലെങ്കിൽ മുതിർന്ന അവസ്ഥയിൽ വരുമ്പോൾ അവഗണനയാവാം, അല്ലെങ്കിൽ നിങ്ങളെ അടച്ചു പൂട്ടിയിടുക, അതായത് ലൈക്ക് പണിഷ്മെന്റ്സ് ഒക്കെ വല്ലാണ്ട് തരിക, അങ്ങനെ ഒരുപാട് സിവിയർ പണിഷ്മെന്റ്സിലോട്ടൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ ഇതിന്റെ ഒരു വലിയൊരു ഭാഗമായി വരാറുണ്ട്. കോഡിപ്പെൻഡൻസി അതിൻ്റെയൊക്കെ റീസൺ ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന മുറിപ്പാടുകളൊക്കെ ഈ ഒരു സ്വഭാവത്തിന് കൂടുതൽ കാരണമാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ? പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു, ഇത് എങ്ങനെയാണ് വന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ? പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിലോട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെയാണ് ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ ഒളിച്ചു കിടക്കുന്നത്. അപ്പം ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളത്. എനിക്ക് എന്താണ് ആവശ്യം, വാട്ട് ഈസ് ഐ എം ലുക്കിംഗ് ഫോർ എന്ന് സ്വന്തം ചോദിക്കുക. പിന്നെ സ്വന്തം ശ്രദ്ധ നിങ്ങളിലോട്ട് തന്നെ തിരിച്ചുവിടുക. നിങ്ങളുടെ സന്തോഷത്തിനും മനസ്സമാധാനത്തിനും മുൻഗണന നൽകുക എന്നുള്ളതാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ മനസ്സമാധാനം, നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളും സ്വന്തം ലൈഫിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്ത് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു തേർഡ് പേഴ്സൺ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വേണ്ടത്, നിങ്ങൾക്ക് സ്വയം തിരുത്താൻ പറ്റാത്ത ഒരു ലെവലിലോളം നിങ്ങളുടെ കോഡിപ്പെൻഡൻസി വളർന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വളർന്ന്, തീർച്ചയായിട്ടും പ്രൊഫഷണൽ സഹായം നേടുക. കൗൺസിലിങ്ങിലൂടെ പ്രശ്നങ്ങൾ ഒരുപാട് പേര് അതിജീവിച്ച് അവർ നല്ല രീതിയിലോട്ടും ലൈഫിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ കൊടുക്കുക. പിന്നെ ബൗണ്ടറികൾ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ബന്ധത്തിനും പരിധി വേണം. ആർക്കൊക്കെ എന്നെ സ്വാധീനിക്കാൻ പറ്റും, അതൊരു ഹസ്ബൻഡ് ആയാലും വേണ്ടില്ല, ഒരു വൈഫ് ആയാലും വേണ്ടില്ല. അവരുടെ വാക്കുകൾ ഇല്ലെങ്കിൽ ഞാനില്ല, അവരുടെ അക്നോളജ്മെന്റ് ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിലോട്ട് പോവാതെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അക്നോളജ്മെന്റ്, അവരുടെ അപ്രിസിയേഷൻ, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനില്ല, അത് കിട്ടിയാൽ ബോണസ്, കിട്ടിയിട്ടില്ലെങ്കിലും ഐ ആം ഓക്കെ എന്നുള്ള ലെവലിലോട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മൾ, കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പരസ്പരം സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വേണ്ട കരുതലുകളും ഒക്കെ നല്ലതാണ്. പക്ഷെ എല്ലാം ഒരു പരിധി വരെ വേണം. നമ്മൾ മറ്റുള്ളവരോട് ഓപ്പൺ ടോക്ക് വേണം, കമ്മ്യൂണിക്കേഷൻസ് വേണം, എല്ലാം വേണം. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഓവർ ഷെയറിങ്, ഓവർ ഡിപ്പെൻഡൻസി, ഇമോഷണലി അയാളില്ലെങ്കിൽ ഞാനില്ല, അയാളുടെ വാക്കുകളിൽ ഞാനില്ല, വാക്കുകളിൽ ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു ലെവലിലോട്ട് നിങ്ങളെ തള്ളിവിടാതിരിക്കുക. അപ്പം ഇത് നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ പോയിന്റ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കോഡിപ്പെൻഡൻസിയെ മനസ്സിലാക്കാനും മറ്റുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്നും കൂടി നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനൊക്കെ ഈ കോഡിപ്പെൻഡൻസിയെ കുറിച്ച് മനസ്സിലാക്കിയും ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്നും നിങ്ങൾക്ക് സ്വയം ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് സഹായങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് കൗൺസിലിംഗ് സഹായങ്ങൾ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. നമ്മുടെ AMCC പോലുള്ള കൗൺസിലിംഗ് സെന്റേഴ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലോട്ടും സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക്സ് ഒക്കെ മറ്റുള്ളവരിലോട്ടും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.